ചൂട്ടിൽ നിന്ന് പുറത്തിറക്കി ആടാനും പാടാനും അവസരം നൽകി മാതൃകയായി കോട്ടയത്തെ ലൂർദ് പബ്ലിക് സ്കൂൾ. നമുക്ക് നഷ്ടമായിക്കൊണ്ടിരിക്കുന്ന നാടൻ പാട്ടുകളെയും കലാരൂപങ്ങളെയും കുട്ടികൾക്ക് പരിചയപ്പെടുത്തുകയായിരുന്നു കോട്ടയത്തെ ലൂർദ് പബ്ലിക് സ്കൂൾ. 3 ദിവസങ്ങളിലായി സംഘടിപ്പിച്ച വായനാവസന്തം പരിപാടി രസക്കൂട്ടിനൊപ്പം കുട്ടികൾക്ക് അറിവും പകരുന്നതായിരുന്നു. LKG മുതൽ +2 വരെയുള്ള കുട്ടികൾ ആടിയും പാടിയും ആഘോഷിച്ചു. മുതിർന്നവർക്ക് മാത്രമല്ല നാടൻ പാട്ടുകളോട് താല്പര്യം, കുട്ടികളും ഏറ്റുപാടുകയാണ്. കോട്ടയത്തെ ലൂർദ് പബ്ലിക് സ്കൂൾ കുട്ടികൾ കാവാലത്തെ തനതു വാമഴിക്കൂട്ടം അവതരിപ്പിച്ച നാടൻ പാട്ടുകൾക്കൊപ്പം ആടിപ്പാടിയത് വേറിട്ട അനുഭവമായി. നാടൻ കലാരൂപങ്ങളും പാട്ടുകളും ഇപ്പോൾ സജീവമാകുന്നുണ്ടെങ്കിലും ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന കുട്ടികൾക്ക് ഇത്തരം നാട്ടറിവുകൾ ആവശ്യമാണെന്ന നിലപാടിലാണ് സ്കൂൾ പ്രിൻസിപ്പൽ. കുട്ടികളെ കൂടുതൽ വായനയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ വേണ്ടി 3 ദിവസം നീണ്ടു നിൽക്കുന്ന സെമിനാറുകളും ചർച്ചാ ക്ലാസുകളും മറ്റ് പ്രബോധന പരിപാടികളും ഒക്കെ ആയിട്ടാണ് ഈ വായനാ വസന്തം ഒരുക്കിയിരുന്നത്. അപ്പോൾ അത് കുട്ടികൾ വളരെ താല്പര്യത്തോടെ ആസ്വദിക്കുന്നുണ്ട്. കൂടുതൽ ഇപ്രകാരമുള്ള പദ്ധതികൾ കുട്ടികൾക്ക് വേണ്ടി നൽകുവാനും സ്കൂൾ ആഗ്രഹിക്കുന്നു. അതേസമയം കേട്ടറിവ് മാത്രമുള്ള ഇത്തരം നാട്ടറിവുകളെ കാണാൻ കഴിഞ്ഞതിന്റെ ആവേശത്തിലാണ് കുട്ടികൾ. കേരളത്തിൽ നിന്ന് നശിച്ചുകൊണ്ടിരിക്കുന്ന പ്രാചീന കലകൾ, വാമൊഴിയാട്ടം, പാവക്കൂത്ത്, ഇതെല്ലാം ഞങ്ങളെ ഓരോരുത്തരെയും കാണിച്ചു തന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അതിലെ ഓരോ കാര്യങ്ങളും പഠിപ്പിക്കും. ഞങ്ങൾക്ക് പറയാനറിയില്ല, പറയാൻ വാക്കുകളില്ല. കാരണം ഞങ്ങൾ ഇന്ന് ഈ ഒരു സ്കൂളിൽ ഇല്ലായിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഈ ഒരു കാഴ്ച കാണാനൊക്കെ ഇല്ലായിരുന്നു. വായനാ വസന്തത്തിന് സമാപനം കുറിച്ച് നടത്തിയ വായ്മൊഴിക്കൂട്ടമാണ് കുട്ടികളെ ഏറെ ആകർഷിച്ചത്. അവസാനം നാടൻ പാട്ടിനനുസരിച്ചെത്തിയ കലാരൂപങ്ങൾ കുട്ടികൾക്ക് ആവേശമായി. തെയ്യം, തിറ എന്നീ നാടൻ കലാരൂപങ്ങൾ കുട്ടികൾക്ക് നവ്യാനുഭവമായി. വളരെ കുറച്ചുപേർക്ക് മാത്രമറിയാവുന്ന പാക്കനാർ പാട്ട്, കൊയ്ത്തുപാട്ട്, ഞാറ്റുപാട്ട് തുടങ്ങിയവയും നാടൻ കലാരൂപങ്ങളായ മുടിയാട്ടം, മയിലാട്ടം, കുതിരകളി, കാളകളി, മരവടിയാട്ടം, പടയണി, കോലം എന്നിവയും കുട്ടികളെ സ്വാധീനിച്ചു. നിറഞ്ഞ കയ്യടിയോടെയാണ് കുട്ടികൾ ഇതിനെ സ്വീകരിച്ചത്. ആടിയും പാടിയും കുട്ടികൾ ഒത്തുചേർന്നപ്പോൾ അധ്യാപകരും താളം പിടിച്ചു. ആസ്വാദനത്തിന്റെ മധുരം ഓരോരുത്തരും പരസ്പരം പങ്കുവച്ചു. പുസ്തകങ്ങളിലൂടെ മാത്രം കണ്ടും വായിച്ചും അറിഞ്ഞ ഇത്തരം കലാരൂപങ്ങളും നാടൻ പാട്ടുകളും നേരിട്ട് കാണാൻ കഴിഞ്ഞതിന്റെ ആഹ്ലാദം കുരുന്നുകളും മറച്ചുവെക്കുന്നില്ല. ഇനിയും ഇതുപോലുള്ള കാഴ്ചകൾ വേണമെന്നാണ് ഈ കുട്ടികളുടെ ആവശ്യം. കുട്ടികളുടെ വാർത്ത, ജയ്ഹിന്ദ് ന്യൂസ്.